ജാഹിലിയ കവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇമ്രുഉൽ ഖൈസ്. അദ്ദേഹത്തിന്റെ മുഅല്ലഖ ഉനൈസ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കാമുകിയുമായി ബന്ധപ്പെട്ടതാണ്. അവരുമായിട്ടുണ്ടായിരുന്ന ദാറത്തു ജുൽജിലെ കുളിക്കാൻ വേണ്ടി വന്നപ്പോണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ആ മഹാകാവ്യം വിരചിതമാകുന്നത്. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സമിഅ ഇമ്രുൽ ഖൈസി അന്ന ഇബ്നത അമ്മിഹി ഫാത്തിമ, അതായത് ഉനൈസ, قد ذهبت مع صواحب لها إلى غدير في دارة جلجل ليبتدرن أي يغتسلن بالماء البارد. ഉമ്രുൽ ഖൈസ് കേൾക്കുകയാണ് അദ്ദേഹത്തിന്റെ പിതൃവ്യ പുത്രിയായ ഫാത്തിമ, അതായത് ഉനൈസ, അവരുടെ തോഴിമാരോടൊപ്പം അവരുടെ കൂട്ടുകാരികളോടൊപ്പം ഒരു കുളത്തിന്റെ അങ്ങോട്ട് ദാറത്ത് ജുൽജിലുള്ള ഒരു കുളത്തിലേക്ക് കുളിക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ചൊന്ന് ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി കുളിക്കാൻ വേണ്ടി നീരാടാൻ വേണ്ടി പോവുകയാണെന്നുള്ള വാർത്ത ഇമ്രുൽ ഖൈസ് കേൾക്കുന്നു. അങ്ങനെ ഈ ഒരു സംഗതി കേട്ടപാടെ ഇമ്രുൽ ഖൈസ് അദ്ദേഹം ഒരു ഒരു ഒട്ടകപ്പുറത്ത് കയറിയിട്ട് ഇവര് പോയ സ്ഥലം ലക്ഷ്യമാക്കി യാത്ര ചെയ്യാണ്. അങ്ങനെ ഫലഹിഖ ബിഹിന്ന ഫഅദറകഹുന്ന ഫിൽമാ, അങ്ങനെ ആ വെള്ളത്തിൽ അവരിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇദ്ദേഹം അവരെ കാണുകയാണ്. ഇദ്ദേഹം ആദ്യം തന്നെ അവിടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് നീരാടാൻ വേണ്ടി ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. അദ്ദേഹം ആദ്യം തന്നെ ഫജമഅ സിയാബഹുന്ന, അവരുടെ വസ്ത്രങ്ങളൊക്കെ കളക്ട് ചെയ്തു. എന്നിട്ട് സുമ്മ ഖാല ലഹുന്ന, ആ സ്ത്രീകളോട് പറഞ്ഞു, ലൻ ഉഅ്തിയ ഇഹ്ദാകുന്ന സിയാബഹ ഇല്ലാ ഇദാ ഖറജത് ഹിയ വഅഖദത്ഹ മിന്നി. ഞാൻ ഈ വസ്ത്രം ആർക്കും തരൂല, ഓരോരുത്തരും നഗ്നരായി വന്ന് എന്റെ കയ്യിൽ നിന്ന് ഈ വസ്ത്രം വാങ്ങിയാലല്ലാതെ ഒരാൾക്കും ഞാൻ വസ്ത്രം തരൂല എന്ന് അദ്ദേഹം ശബ്ദം ചെയ്യുകയാണ്. അങ്ങനെ അവര് കുറെ നേരം അവിടെ വംസൽ അദാറ ഹിഫ്നൽ ബർദ വത്തഅഖുറ അൻ അഹ്ലിഹിന്ന, അവർ കുറെ നേരം വൈകുന്നേരം വരെ അവരവിടെ അങ്ങനെ കിടന്നു. പക്ഷെ അവർക്ക് തണുപ്പ് പേടിയായി. അതുപോലെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തണം, അത് വൈകി പോകുമെന്നുള്ള പേടിയില് ഇപ്പൊ ബദഅന യഖ്റുജുന വാഹിദത്തൻ ഓരോ സ്ത്രീകളായിട്ട് നഗ്നരായിട്ട് വന്നുകൊണ്ട് വയഖുദുന്ന സിയാബഹുന്ന, ഓരോരുത്തരുടെയും വസ്ത്രം അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ബഖിയത്തു ഉനൈസത്തു മുതറദ്ദിദത്തൻ, ഉനൈസ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കാമുകി മാത്രം അവിടെ ഒറ്റപ്പെട്ടു. അവള് മാത്രം പോണോ വേണ്ട, ഇയാള് ഒഴിവാക്കി വിടുമോ എന്നുള്ളൊരു ശങ്കയിൽ അവിടെ ഇങ്ങനെ നിന്നു. സുമ്മ അതറക്കത്ത്, പിന്നെ അവർക്ക് മനസ്സിലായി, ഉനൈസക്ക് മനസ്സിലായി, അൻ ഇമ്രുൽ ഖൈസ് ലൻ യർജിഅ അൻ നസ്മി, അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും പിന്തിരിയൂല എന്ന്. അങ്ങനെ ഫഖറജത്ത് ഇലൈഹി, ഉനൈസയും നഗ്നയായി കൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തിപ്പോയി. ഫഅഖദത്ത് സിയാബഹ മിൻഹു, അദ്ദേഹത്തിൽ നിന്ന് തന്റെ വസ്ത്രം കരസ്ഥമാക്കുകയും ചെയ്തു. അപ്പോ താൻ ആശിച്ച തന്റെ കാമുകിയുടെ വിവസ്ത്രമായ രൂപത്തിൽ കാണാൻ കഴിയുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം, അത് സഫലമായ സന്തോഷത്തിൽ ഇതിൻ ഖാമ ഇമ്രുൽ ഖൈസ് ഇലാ നാഖത്തിഹി, അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ അടുക്കലേക്ക് പോവുകയും ഫദബഹഹ, അതിനെ അറുത്തു കൊടുത്തു, അദാറ, ആ സ്ത്രീകൾക്ക് വേണ്ടി. അങ്ങനെ ഫഅക്കൽന, അവർ ആ ഒട്ടകത്തെ ഭക്ഷിച്ചു. വലമ്മ ഹാന വഖ്തു റുജൂ, പിന്നെ മടങ്ങിപ്പോകാനുള്ള സമയമായപ്പോ വലം യക്കുൻ മാ ഇമ്രുൽ ഖൈസി നാഖത്തുൻ, ഇമ്രുൽ ഖൈസിന്റെ ഒപ്പം ഒട്ടകല്ല, ഒട്ടകത്തിലാണല്ലോ അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. ഒട്ടകമൊക്കെ ഇവർക്ക് അറുത്ത് എല്ലാവർക്കും ഭക്ഷണമാക്കി കൊടുത്തു. അങ്ങനെ ഇർക്കബുഹ, അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വാഹനമില്ല. അങ്ങനെ ഇഖ്താറ ഇർക്കബ മാ ഉനൈസ ഫി ഹൗദജിഹ, ഉനൈസയോടൊപ്പം അവരുടെ ഒട്ടകക്കട്ടിലിൽ ഒന്നിച്ച് മടങ്ങിപ്പോകാൻ അദ്ദേഹം തീരുമാനം എടുക്കുന്നു. അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോകുന്നു. ആ ഒരു സംഗതിയാണ് ദാറത്തു ജുൽജുൽ എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു സംഗതി. അതാണ് അദ്ദേഹത്തിന്റെ മുഅല്ലഖയിൽ അദ്ദേഹം പ്രധാനമായിട്ടും ഉൾക്കൊള്ളിക്കുന്ന വിഷയവും.